2014 റിലീസായ സൂര്യൻ സിനിമയായിരുന്നു അഞ്ചാൻ. ലിങ്കുസ്വാമിയാണ് പടം ഡയറക്ട് ചെയ്തിരുന്നത്. അഞ്ചാൻ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യയുടെ കരിയറിലെ ഗോൾഡൻ എറ എന്ന് പറയാവുന്ന ഒരു കാലഘട്ടമായിരുന്നു 2005 മുതൽ 14 വരെ. ടയർ 2-ൽ നിന്നുകൊണ്ട് അന്ന് അജിത്തിനും വിജയ്ക്കും എന്തിന് രജനീകാന്തിന് വരെ കട്ട കോമ്പറ്റീഷൻ കൊടുത്ത മുതലാണ്. 2005 മുതൽ എടുത്താൽ ഗജനി, സിലിനൊരു കാതൽ, 6, വേൽ, വാരണായിരം, അയൺ, ആദവൻ, സിംഗം, സെവൻത് സെൻസ് അങ്ങനെ തൊട്ടതെല്ലാം ഹിറ്റായ ഒരു പാസ്റ്റ് സൂര്യക്ക് ഉണ്ടായിരുന്നു. എന്തിന് രജനിക്ക് കമലേശം 100 കോടി ടച്ച് ചെയ്ത കോളിവുഡ് ആക്ടറും സൂര്യയായിരുന്നു. അങ്ങനെയുള്ള സൂര്യക്ക് ഏറ്റവും വലിയ കരിയർ ബ്രേക്കായി മാറുമെന്ന് വിചാരിച്ച സിനിമയായിരുന്നു ഏഴാറിവ്. എന്തിനു ശേഷം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വന്ന തമിഴ് സിനിമയായിരുന്നു ഏഴാറിവ്. എന്നിട്ടത് അറിയിച്ചൊരു വിജയം ആ പടത്തിന് കിട്ടിയിരുന്നില്ല. പിന്നാലെ വന്ന മാട്രാനും പൊട്ടി. അങ്ങനെ പിന്നെ സിംഗം 2 ആയി വന്ന് സൂര്യ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. സിംഗം 2ന്റെ വലിയൊരു വിജയം ബോക്സ് ഓഫീസിൽ സൂര്യക്ക് ഒരു സ്റ്റാർട്ട് ഉണ്ടായി കൊടുത്ത്. അങ്ങനെ ആ ഒരു ബോക്സ് ഓഫീസ് പവറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സൂര്യ വലിയൊരു റിസ്ക് എടുക്കുന്നു. വിജയ്ക്ക് പിന്നാലെ സൂര്യ മോഡേൺ കമേഴ്ഷ്യലേക്ക് തിരിഞ്ഞു. ഒരു വൺ ഗാങ്സ്റ്റർ സംഭവമായിട്ട് സൂര്യയുടെ അടുത്ത പടം അനൗൺസ് ചെയ്യുന്നു. ആ സമയത്ത് സൂര്യയുടെ ലുക്കിലൂടെ ആ പടം ഒരുപാട് ഹൈപ്പ് കയറി. അങ്ങനെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തു. പടത്തിന്റെ പേര് അഞ്ചാൻ. പിന്നീട് അങ്ങോട്ട് പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഓരോ അപ്ഡേറ്റും ആ സമയത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കത്തിക്കൽ തന്നെ ആയിരുന്നു. അങ്ങനെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വൻ പ്രതീക്ഷയിൽ മോഡേൺ സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ പടമായിട്ടുള്ള അഞ്ചാൻ റിലീസിനെത്തി. ആദ്യ ദിവസം പടത്തിന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫുട്ഫോൾസും റെസ്പോൺസും ഒക്കെ ആയിരുന്നെങ്കിലും രണ്ടാമത്തെ ദിവസം മുതൽ പടം വീണ്. പലർക്കും പടം വർക്കായില്ല. തമിഴ് ഓഡിയൻസിന് ഒട്ടും വർക്കായില്ല. ആ ടൈമില് അതൊരു നല്ല പടം തന്നെ ആയിരുന്നു. അങ്ങനെ സൂര്യക്ക് ഏറ്റവും വലിയ കരിയർ ബ്രേക്ക് ആവുമെന്ന് വിചാരിച്ച അഞ്ചാൻ എല്ലാ പ്രതീക്ഷയും തകർത്തുകൊണ്ട് കരിയറിന് തന്നെ ബ്രേക്ക് ഇട്ട് നിർത്തി. അവിടെ ഇങ്ങോട്ടാണ് എല്ലാം മാറി മറിഞ്ഞത്. അഞ്ചാൻ ആ സമയത്ത് അത്യാവശ്യം ഹിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടമായിരുന്നു. ജില്ലയും വീരവും ഒക്കെ ഹിറ്റായ നാട്ടിലാണ് അഞ്ചാൻ അന്ന് ഫ്ലോപ്പ് ആയത്. അഞ്ചാന്റെ ഒരു പരാജയമാണ് സൂര്യയുടെ ഏറ്റവും മോശം ഫേസിന് തുടക്കമിട്ടത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അഞ്ചാനെ മറ്റേ എലൈറ്റ് ക്ലബിൽ കൊണ്ടിട്ട് കാലം തെറ്റി ഇറങ്ങിയ പടം. പിന്നീട് ഫാൻസിനിടയിൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു പടമായി അഞ്ചാൻ മാറി. പടത്തിന്റെ ഹിന്ദി ഡബ് വേർഷൻ ഒക്കെ യൂട്യൂബിലും ചാനൽ TRPയിലും ഇച്ചിരി ഹൈ ആണ്. അങ്ങനെ എന്തായാലും പടം ഒന്നുകൂടി തിയേറ്ററുകളിലേക്ക് വരാൻ പോവുകയാണ്. അഞ്ചാൻ റീ റിലീസിന് റെഡി ആയിട്ടുണ്ട്. വെറും ഒരു റീ റിലീസ് അല്ല, നല്ല ഗ്രാൻഡ് റിലീസാ. നമ്മൾ കണ്ട അഞ്ചാൻ ആയിരിക്കില്ല റീ റിലീസിന് വരുന്നത്. അഞ്ചാന്റെ മറ്റൊരു വേർഷൻ ആണ്, ഒരു റീ എഡിറ്റഡ് വേർഷൻ. നമ്മൾ അഞ്ചാനിൽ കാണാത്ത, പടത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടത്, ഉപയോഗിക്കാത്തതായിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ വേർഷൻ അഞ്ചാനാണ് റീ റിലീസ് ചെയ്യാൻ പോകുന്നത്. പടം നവംബർ 28-ന് ഇന്ത്യയിലൊട്ടാകെ ഒന്നുകൂടെ റിലീസിനെത്തും. മലയാളത്തിൽ നിന്ന് അടുത്തതായിട്ട് വരാൻ പോകുന്നതിൽ ഒരു അടിപ്പടമാണ് അർജുൻ അശോകൻ ലീഡിൽ വരുന്ന ചത്ത പച്ച. റെസ്ലിംഗ് ബേസ് ചെയ്ത് വരുന്ന ഒരു തല്ലുമാല ടൈപ്പ് ഓഫ് ഇച്ചിരി വലിയ പരിപാടിയാണ് ഇതിലും. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ മമ്മൂക്കി എത്തും. അപ്ഡേറ്റ് കൺഫേം ആണ്. ഈ വർഷം അവസാനം റിലീസാകാൻ പോകുന്ന മലയാള സിനിമയാണ് ബാ ബാ ബാ. ഈ വർഷത്തെ ഇനിയുള്ള ഏറ്റവും വലിയ പടം. പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡസ്ട്രീറ്റിന് വരെയുള്ള സാധ്യതയുണ്ട്. വലിയ പടമാണ്. ദിലീപേട്ടൻ, ലാലേട്ടൻ അങ്ങനെ ലോട്ട് ഓഫ് പരിപാടികളൊക്കെ ഉള്ള കളർഫുൾ സെലിബ്രേഷൻ മോഡ് പടമാണ്. ഇപ്പോ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഈ മാസം ബാബ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടും. ഒപ്പം റിലീസ് ഡേറ്റും. റിലീസ് ഓൾമോസ്റ്റ് കൺഫേം ആണ്, ഡിസംബർ 24. അപ്പോ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ ഉണ്ടാവും. സൂര്യ നായകനാക്കി RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന പടമാണ് കറുപ്പ്. പടം ഒരു മാസ് മസാല കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. ഈ ദീപാവലിക്ക് റിലീസ് ആവേണ്ട പടമായിരുന്നു. പക്ഷെ ബിസിനസ് പ്രശ്നങ്ങളും പടത്തിന്റെ പെൻഡിങ് വർക്കുകളും കാരണം റിലീസ് ഒന്നും ഇതുവരെ ലോക്ക് ചെയ്തിട്ടില്ല. എങ്കിലും സൂര്യ ഫാൻസിന് ഒരു ആഘോഷത്തിനുള്ള വകയുണ്ട്. കറുപ്പ് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. കറുപ്പിന്റെ ആദ്യത്തെ സോങ് ഒക്ടോബർ 20 ദീപാവലി സ്പെഷ്യലായി പുറത്തുവിടും. സൂര്യ 47, സൂര്യയുടെ 47ാമത്തെ സിനിമ. പടം ഡയറക്ട് ചെയ്യുന്നത് മലയാളം ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവനാണ്. കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് സുഷിൻ ശ്യാം ആണ് പടത്തിന്റെ മ്യൂസിക്. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് പടത്തിന്റെ ഷൂട്ടിന്റെ ഭാഗത്ത് നിന്നാണ്. പടത്തിന്റെ ഷൂട്ട് അടുത്ത മാസം പകുതിയോടെ എറണാകുളത്ത് ആരംഭിക്കും. പടത്തിന്റെ ഷൂട്ടിനുള്ള സെറ്റ് വർക്ക് ഒക്കെ ഇപ്പോ റെഡി ആയിട്ടുണ്ട്. മിക്കവാറും സൂര്യ 47 ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഈ ദീപാവലിക്ക് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ആക്ഷൻ കോമഡി എന്റർടൈനർ ആണ്. പടത്തിന്റെ ത്രെഡൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ വരുന്ന ഒരു പോലീസുകാരനും അങ്ങേര് കയറി പിടിക്കുന്ന ഒരു വലിയ വള്ളിയുമാണ് പടത്തിന്റെ ഒരു തീമെന്നാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ ടൈറ്റിൽ കൺഫേം അല്ലെങ്കിലും പടത്തിന്റെ എന്നും പറഞ്ഞ് വന്നൊരു ടൈറ്റിൽ ഉണ്ട്, ഴകരം.
ദളപതി വിജയ് നായകനാക്കി വിനോദ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ. പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 9-നാണ് പടം വേൾഡ് വൈഡ് ആയി റിലീസ് ആവാൻ പോകുന്നത്. പക്ഷെ ഈ അടുത്ത് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു, റിലീസ് മാറ്റുമെന്ന്. പക്ഷെ റിലീസ് ഒന്നും മാറ്റിയിട്ടില്ല. പറഞ്ഞ ഡേറ്റിൽ തന്നെ പടം റിലീസ് ആവും. ഇപ്പോ ദീപാവലി ഒക്കെ ആവാറായി, അപ്ഡേറ്റ് എന്തായാലും ഉണ്ട്. ഈ ദീപാവലിക്ക് ജനനായകൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. അത് ഫസ്റ്റ് സിംഗിൾ ആവാൻ സാധ്യതയുണ്ടെങ്കിലും വേണമെങ്കിൽ അതൊരു പോസ്റ്റർ ആയിട്ട് ഒതുക്കാനും സാധ്യതയില്ലാതില്ല. കാരണം ഫസ്റ്റ് സോങ് നവംബറിൽ നിന്ന് ഇടയ്ക്ക് പ്രൊഡ്യൂസർ ഒരു അപ്ഡേറ്റ് കൊടുത്തിരുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് വരും. അപ്പോ അറിയാം. ലിയോ, പിന്നെയും ലിയോ. ഒക്ടോബർ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു മാസമല്ല. നമ്മൾ കടന്നു വന്ന കാലം ഗ്ലോറിയസ് പാസ്റ്റ്. 2 കൊല്ലം മുമ്പ് നമ്മൾ പീക്കിൽ ഇരുന്ന ഒരു ടൈം ആയിരുന്നു ലിയോ റിലീസ്. ലിയോ പോലൊരു സിനിമയും അതിൽ അപ്ഡേറ്റ്സും ഡീകോഡിങ്, അതൊക്കെ ഒരു കാലം. അതുപോലൊരു പടവും അതുപോലൊരു ടൈമും ഇനി ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. ഇപ്പോ ലിയോ റിലീസ് ആയിട്ട് ഈ ഒക്ടോബർ 19-ന് 2 വർഷം ആവാൻ പോവുക. ലിയോയ്ക്ക് ശേഷം എൽസിനെ പറ്റി ഇതുവരെ ഒരറിവില്ല. അന്ന് അനൗൺസ് ചെയ്ത ലിയോ 2-ഉം ഇനി എന്താവുമെന്ന് അറിയത്തില്ല. വിജയുടെ പൊളിറ്റിക്സും ലോകേഷിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ ഒരു തരത്തിൽ അതൊരു അതിമോഹമാണെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഈ ഒക്ടോബർ 19-ന് ലിയോ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.